തൃശൂർ DCC ഓഫീസിൽ കൂട്ടത്തല്ല്. കെ മുരളീധരന്റെ അടുത്ത അനുയായിയായ സജീവൻ കുരിയച്ചിറയ്ക്ക് മർദ്ദനമേറ്റു. DCC പ്രസിഡന്റും കൂട്ടാളികളും ചേർന്ന് തന്നെ പിടിച്ച് തള്ളിയതായി സജീവൻ കുരിയച്ചിറ. ജില്ലയിൽ 3 ഉണ്ടായ വാഹനാപകടത്തിൽ 3 പേർ മരിച്ചു. പൂവത്തൂരിൽ ബസ്സിനടിയിലേക്ക് വീണ സ്കൂട്ടർ യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. ചാലക്കുടിയിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവും, ചാഴൂരിൽ ബുള്ളറ്റ് ബസ്സിലിടിച്ച് യുവാവും മരിച്ചു. അതിരപ്പള്ളി കണ്ണംകുഴിയിൽ വീട്ടുപറമ്പിലെ കിണറ്റിൽ വീണ പുലിയെ വനപാലകർ രക്ഷപ്പെടുത്തി. പേടിക്കേരി ഷിബുവിന്റെ കിണറ്റിലാണ് പുലി വീണത്. വഴിയില്ലാത്തതുമൂലം നെൽകൃഷി ചെയ്യാനാകാതെ ഒരു കൂട്ടം കർഷകർ. കൃഷിസ്ഥലത്തേക്ക് ഒരു പാലം എന്ന കർഷകരുടെ ആവശ്യം വർഷങ്ങളായി പരിഗണിക്കാതെ സർക്കാരും ഉദ്യോഗസ്ഥരും. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി CPI പ്രതിനിധി രേഖ ഷാൻഡിയെ തെരഞ്ഞെടുത്തു. എതിർ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിലെ സിൽവി സേവ്യറിനെ 3-നെതിരെ 8 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് രേഖ ഷാൻഡി വിജയിച്ചത്. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ തൃശൂർ DCC ഓഫീസിൽ കൂട്ടത്തല്ല്. DCC സെക്രട്ടറി സജീവൻ കുരിയച്ചിറയ്ക്ക് മർദ്ദനം. ശക്തമായ നടപടി വേണമെന്ന് നേതാക്കൾ. കെ മുരളീധരന്റെ അനുയായിയായ DCC സെക്രട്ടറി സജീവൻ കുരിയച്ചിറയും ഒപ്പം ഉണ്ടായിരുന്ന പ്രവർത്തകനും DCC ഓഫീസിൽ നിൽക്കുമ്പോൾ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ തനിക്കെതിരായ പ്രതിഷേധങ്ങൾക്ക് പിന്നിലെ വ്യക്തിയെന്നാരോപിച്ച് സജീവന് ഒപ്പമുള്ള പ്രവർത്തകനെ പിടിച്ചു തള്ളി. ഇത് ചോദ്യം ചെയ്ത സജീവനെതിരെ തിരിഞ്ഞ ജോസ് വള്ളൂർ അനുയായികളെയും കൂട്ടി കഴുത്തിന് പിടിച്ച് തള്ളി മർദ്ദിച്ചുവെന്നാണ് പരാതി. ഇതിൽ പ്രതിഷേധിച്ച് സജീവൻ പാർട്ടി ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചു. ഇതോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവർ ഓഫീസിലേക്കെത്തി. പിന്നാലെ ഇരുവിഭാഗങ്ങളും തമ്മിൽ വീണ്ടും ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. സ്ഥലത്തുണ്ടായിരുന്ന നേതാക്കൾ ഇടപെട്ട ഇരുകൂട്ടരെയും പിന്തിരിപ്പിച്ചെങ്കിലും ഏറെ നേരം വാക്കേറ്റം തുടർന്നു. ഇതോടെ പോലീസും സ്ഥലത്തെത്തി. പിന്നീട് മുതിർന്ന നേതാവും മുൻ MLAയുമായ PA മാധവൻ എത്തി ഇരുകൂട്ടരുമായി സംസാരിച്ചു. മാധവന്റെ അനുനയത്തിന് ഒടുവിൽ സജീവൻ സമരം അവസാനിപ്പിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടി. അതേസമയം വിഷയത്തിൽ KPCC ഇടപെട്ട് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. കെ മുരളീധരന്റെ കനത്ത തോൽവിക്ക് പിന്നാലെ DCC പ്രസിഡന്റിനും സിറ്റിംഗ് MP-യായ TN പ്രതാപനും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് അടക്കമുള്ള നേതൃത്വത്തിനുമെതിരെ രൂക്ഷമായ വിമർശനമാണ് പ്രവർത്തകരും നേതാക്കളും ഉന്നയിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പരസ്യമായി പോസ്റ്റർ പതിച്ചും രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന കൂട്ടത്തല്ല്. ഇത് കടുത്ത പ്രതിസന്ധിയിലേക്കാണ് ജില്ലാ കോൺഗ്രസിനെ തള്ളിവിടുന്നത്. പൂവത്തൂരിൽ സ്വകാര്യ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. പൂവത്തൂർ രായമരയ്ക്കാർ വീട്ടിൽ അബ്ദുമോൻ മകൻ 18 വയസ്സുള്ള മുഹമ്മദ് സഫർ ആണ് മരിച്ചത്. പൂവത്തൂർ ആലിക്കൽ കുളത്തിന് സമീപമുള്ള വളവിലായിരുന്നു അപകടം. പൂവത്തൂരിൽ നിന്നും സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടെ എതിർദിശയിൽ വരികയായിരുന്ന ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ബസിന്റെ പിൻചക്രം ശരീരത്തിൽ കയറിയിറങ്ങിയ നിലയിലാണ്. പാലുവായി വിസ്ഡം കോളേജിലെ 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ് മുഹമ്മദ് സഫർ.
ചാലക്കുടി മേച്ചിറയിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. വെള്ളിക്കുളങ്ങര ആരാംപറമ്പിൽ രാജുവിന്റെ മകൻ 23 വയസ്സുള്ള രഞ്ജിത്താണ് മരിച്ചത്. വെൽഡറായ രഞ്ജിത്ത് ജോലി സംബന്ധമായ ആവശ്യത്തിന് ചാലക്കുടിയിലേക്ക് വന്നതായിരുന്നു. മാച്ചിറ കനാൽ പാലത്തിനു സമീപത്ത് വെച്ച് മുന്നിൽ പോയിരുന്ന പിക്കപ്പ് വാൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചതോടെ ബൈക്കിൽ വന്നിടിച്ച് രഞ്ജിത്ത് റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. അപകട സ്ഥലത്ത് വെച്ച് തന്നെ രഞ്ജിത്ത് മരിച്ചു. ചാഴൂർ റോഡിനു സമീപം ബുള്ളറ്റ് ബസ്സിലിടിച്ച് യുവാവ് മരിച്ചു. ആലപ്പാട് തണ്ടിയേക്കൽ ഷാജിയുടെ മകൻ 30 വയസ്സുള്ള രോഹിത്താണ് മരിച്ചത്. തൃശൂരിൽ നിന്ന് വരികയായിരുന്ന ബസ്സിൽ രോഹിത്ത് സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രോഹിത്തിനെ നാട്ടുകാർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതിരപ്പള്ളി കണ്ണംകുഴിയിൽ വീട്ടുപറമ്പിലെ കിണറ്റിൽ വീണ പുലിയെ വനപാലകർ രക്ഷപ്പെടുത്തി. കണ്ണൻകുഴി ജംഗ്ഷന് സമീപം പേടിക്കേരി ഷിബുവിന്റെ വീട്ടുകിണറ്റിലാണ് പുലി വീണത്. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. പുലിയെ കണ്ട് ചങ്ങല പൊട്ടിച്ചൂടിയ നായയെ പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ വീടിന് പിൻഭാഗത്തുള്ള ആഴം കുറഞ്ഞ് കിണറ്റിൽ വീഴുകയായിരുന്നു. ശബ്ദം കേട്ട് വീടിന് പുറത്തിറങ്ങിയ ഷിബുവാണ് കിണറ്റിൽ പുലി വീണ് കിടക്കുന്നത് കണ്ടത്. ഉടനെ കണ്ണംകുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മുളയിൽ തയ്യാറാക്കിയ ഏണി കിണറ്റിലിറക്കി. ഏണിയിലൂടെ പിടിച്ചു കയറിയ പുലി പുറത്തെത്തിയ ഉടൻ കാട്ടിലേക്ക് ഓടിപ്പോയി. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി.ടി. രാജൻ, BFO കെ പ്രദീപ് കുമാർ, സുനിൽ കുമാർ, ബിജേഷ്, ബിനു, ടിനോ, വാച്ചർ സിജിത്ത് എന്നിവരടങ്ങിയ റെസ്ക്യൂ സംഘമാണ് പുലിയെ രക്ഷപ്പെടുത്തിയത്. വഴിയില്ലാത്തതുമൂലം നെൽകൃഷി ചെയ്യാനാകാതെ ഒരു കൂട്ടം കർഷകർ. കൃഷിസ്ഥലത്തേക്ക് ഒരു പാലം എന്ന കർഷകരുടെ ആവശ്യം വർഷങ്ങളായിട്ടും പരിഗണിക്കാതെ സർക്കാരും ഉദ്യോഗസ്ഥരും. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ പള്ളം പാടശേഖരത്തിലുള്ള 10ഓളം കർഷകരാണ് നെൽകൃഷി ചെയ്യാനാകാതെ വർഷങ്ങളായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. നേരത്തെ പാടശേഖരത്തിലേക്ക് കൃഷിക്കാവശ്യമായ സാമഗ്രികൾ കൊണ്ടുവരുന്നതിനും പോകുന്നതിനും റോഡുണ്ടായിരുന്നു. ഇരുവശവും സ്വകാര്യ വ്യക്തികൾ വീട് നിർമ്മിച്ചതോടെയാണ് കൃഷിസ്ഥലത്തേക്ക് വാഹനം ഇറങ്ങാൻ വഴിയില്ലാതായത്. ഒരു ഭാഗത്ത് പുഴയും മറ്റ് 3 ഭാഗങ്ങളിൽ പുഴയിലേക്കെത്തുന്ന തോടുമുള്ള സ്ഥലമാണിവിടം. കൃഷിസ്ഥലത്തേക്ക് കടക്കുന്നതിനു വേണ്ടി ഒരു നടപ്പാലം മാത്രമാണുള്ളത്. ഇതിലൂടെ തലച്ചുമടായി കൃഷിക്കാവശ്യമായ സാമഗ്രികൾ എത്തിച്ചാണ് കർഷകർ വർഷങ്ങളായി പച്ചക്കറിയും വാഴയും മറ്റും കൃഷി ചെയ്യുന്നത്. നിലവിലെ നടപ്പാലം പോലും ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ്. ഈ നടപ്പാലം പുനർനിർമ്മിച്ച് കൃഷിസ്ഥലത്തേക്ക് ആവശ്യമായ വാഹന സൗകര്യം ഒരുക്കണമെന്നാണ് കൃഷിക്കാരുടെ ആവശ്യം. ഞങ്ങൾ സാധനങ്ങൾ എത്തിക്കണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ റോഡിലേക്ക് എത്തിക്കുന്നത്. മിനിസ്റ്റർക്കും പഞ്ചായത്തിനും കളക്ടർക്കും എല്ലാം ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. പഞ്ചായത്തിൽ പണിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഞ്ചായത്തിൽ ഇങ്ങനെ പണിയാന്ന് പറയുന്നില്ലാതെ പണിയുന്നില്ല. 20 ഏക്കറോളം കൃഷിസ്ഥലമാണ് വാഹനം ഇറങ്ങാൻ കഴിയാത്തത് മൂലം നെൽകൃഷി ചെയ്യാനാവാതെ കിടക്കുന്നത്. ഇതിൽ പലയിടങ്ങളും ഇപ്പോഴും തരിശായി കിടക്കുകയാണ്. 10 വർഷത്തിലേറെയായി പഞ്ചായത്തിലും മറ്റും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിലും കൃഷി ഓഫീസുകളും കർഷകർ കയറിയിറങ്ങിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. 2 വർഷം മുൻപാണ് പഞ്ചായത്ത് കർഷകരുടെ പരാതി സ്വീകരിച്ചത്. എന്നാൽ നിലവിലെ നടപ്പാത പുനർനിർമ്മിക്കാൻ മാത്രമാണ് പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചത്. അടുത്ത സാമ്പത്തിക വർഷത്തിലെങ്കിലും പുതിയ പാലത്തിനായി ഫണ്ട് വകയിരുത്തണമെന്നാണ് പഞ്ചായത്ത് അംഗം പറയുന്നത്. TCV ന്യൂസ്, ചെറുതുരുത്തി. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി CPI പ്രതിനിധി രേഖ ഷാൻഡിയെ തെരഞ്ഞെടുത്തു. എതിർ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിലെ സിൽവി സേവ്യറിനെ 3-8 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് രേഖ ഷാൻഡി വിജയിച്ചത്. LDFിലെ ധാരണയനുസരിച്ച് CPMലെ സന്ധ്യ നൈസൻ രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആകെയുള്ള 13 അംഗ ഭരണസമിതിയിൽ 11 പേരാണ് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുത്തത്. പ്രസിഡന്റ് സ്ഥാനം പ്രതീക്ഷിച്ചിരുന്ന CPIയിലെ ബിന്ദു ഷാജു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. കോൺഗ്രസിലെ വിൻസി ജോഷി വിദേശത്താണ്. പ്രസിഡന്റായി ചുമതലയേറ്റ രേഖ ഷാൻഡിയെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു എന്നിവർ അനുമോദിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നൽകാം എന്ന പാർട്ടി നേതൃത്വം നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്നാരോപിച്ച് CPIയിലെ ബിന്ദു ഷാജു ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചു. കേരള മഹിളാ സംഘം ഇരിഞ്ഞാലക്കുട മണ്ഡലം വൈസ് പ്രസിഡന്റ്, പഞ്ചായത്ത് സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളും രാജിവെച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് ആളൂർ ഡിവിഷൻ മെമ്പർ കൂടിയായ ബിന്ദു ഷാജു അറിയിച്ചു. പാർട്ടി അംഗത്വം ഇനി പുതുക്കിയെടുക്കുന്നില്ലെന്നും അവർ വ്യക്തമാക്കി. രാജിവെച്ചതായി പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെയും മഹിളാ സംഘം വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഇവർ പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം രാജിവെച്ചത് സംബന്ധിച്ച് അറിയില്ലെന്നും ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിൽ പങ്കെടുക്കാൻ ബിന്ദു ഷാജുവിനോട് ആവശ്യപ്പെട്ടിരുന്നതായും CPI ഇരിഞ്ഞാലക്കുട മണ്ഡലം സെക്രട്ടറി P. മണി പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധി 2 മണ്ഡലം കമ്മിറ്റിയായതിനാൽ
ജില്ലാ കമ്മിറ്റിയാണ് തീരുമാനിച്ചത് എന്നും മാള മണ്ഡലം കമ്മിറ്റി ഇത് സംബന്ധിച്ച് നേരത്തെ തീരുമാനമൊന്നും എടുത്തിരുന്നില്ലെന്നും സെക്രട്ടറി MR അപ്പുക്കുട്ടൻ വ്യക്തമാക്കി. പുതിയ MP-യായി സുരേഷ് ഗോപി എത്തുമ്പോൾ ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്ന 13 ലക്ഷത്തിലേറെ വരുന്ന യാത്രക്കാർ വലിയ പ്രതീക്ഷയിലാണ്. നേരത്തെ സുരേഷ് ഗോപിയും PK കൃഷ്ണദാസും നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാകുമെന്നാണ് ജനം കാത്തിരിക്കുന്നത്. 100 വർഷത്തിലേറെ പഴക്കമുള്ളതും ഏറ്റവും കൂടുതൽ യാത്രക്കാരുമുള്ള ജില്ലയിലെ തന്നെ രണ്ടാമത്തെ സ്റ്റേഷനായിട്ടും കാലങ്ങളായി വികസനത്തിന്റെ വെളിച്ചമെത്താതെ കിടക്കുന്ന സ്റ്റേഷനാണ് കല്ലേറ്റുംകര ആസ്ഥാനമായുള്ള ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ. മാറി മാറി വരുന്ന MP-മാർക്കും റെയിൽവേ ഉദ്യോഗസ്ഥർക്കും പാസഞ്ചേഴ്സ് അസോസിയേഷൻ നിരവധി തവണ നിവേദനം നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ സ്റ്റേഷന്റെ ഗതികേട് മാറ്റാനായിട്ടില്ല. ഇരിങ്ങാലക്കുട സ്റ്റേഷൻ വികസനത്തിന് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്താമെന്ന പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. കോവിഡിന് മുൻപ് രാത്രി 12-നും പുലർച്ചെ 4-നും ഇടയിൽ ഇവിടെ നിർത്തിയിരുന്ന 5 ട്രെയിനുകളുടെ സ്റ്റോപ്പ് റെയിൽവേ നിർത്തലാക്കിയിരുന്നു. രാത്രി വൈകിയെത്തുന്ന യാത്രക്കാർക്ക് ഏറെ ആശ്വാസമായിരുന്ന ഈ ട്രെയിനുകൾക്ക് ഇരിങ്ങാലക്കുടയിൽ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് അന്നു മുതൽ തന്നെ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ MP അടക്കമുള്ളവർക്കും റെയിൽവേക്കും നിവേദനം നൽകി വരുന്നുണ്ട്. സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അധികൃതരുമായി സംസാരിക്കാമെന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞിരുന്നത്. MP-യായി സുരേഷ് ഗോപി എത്തുമ്പോൾ റെയിൽവേ യാത്രക്കാരുടെ ഈ ആവശ്യങ്ങളെല്ലാം നടപ്പിലാക്കുമെന്ന പ്രതീക്ഷയിലാണ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ. TCV ഇരിങ്ങാലക്കുട. വല്ലച്ചിറ ഇളംകുന്നിൽ നിന്ന് അനധികൃതമായി മണ്ണെടുത്ത ടിപ്പർ ലോറിയും JCB-യും പിടികൂടി. വല്ലച്ചിറയിൽ സ്കൂൾ അക്കാദമിക്ക് ഗ്രൗണ്ട് ഒരുക്കുന്നതിന്റെ മറവിലാണ് മണ്ണെടുപ്പ് നടന്നിരുന്നത്. സ്കൂൾ അധികൃതർക്ക് മണ്ണെടുപ്പ് നടത്തരുതെന്ന് വില്ലേജ് ഓഫീസർ മുന്നറിയിപ്പ് നൽകിയിട്ടും സ്ഥലത്തുനിന്ന് മണ്ണെടുപ്പ് തുടരുകയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വല്ലച്ചിറ വില്ലേജ് ഓഫീസർ IA ഷിനോദ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഓഫീസർ KA ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ മണ്ണെടുത്തു കൊണ്ടുപോകുകയായിരുന്ന JCB-യും ടിപ്പർ ലോറികളും പിടിച്ചെടുക്കുകയായിരുന്നു. ഹൈക്കോടതിയുടെ അനുമതിയോടെയാണ് ഗ്രൗണ്ട് നവീകരിക്കുന്നതിനായി മണ്ണെടുപ്പ് നടത്തുന്നത് എന്ന് സ്കൂൾ അധികൃതർ പറയുന്നുണ്ടെങ്കിലും വ്യാജമാണെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു. പിടിച്ചെടുത്ത വാഹനങ്ങൾ ചേർപ്പ് പോലീസിന് വില്ലേജ് അധികൃതർ കൈമാറി. പുതുക്കാട് ചാക്കോച്ചിറയിൽ കാറ്റിൽ കൂറ്റൻ മല്ലിമരം കടപുഴകി വീണു. റോഡിന് കുറുകെയാണ് മരം വീണത്. ഈ സമയത്ത് റോഡിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. മരം വീണ് വൈദ്യുതി കമ്പികൾ തകരാറിലായി. മേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര വിവരമറിയിച്ചതിനെ തുടർന്ന് എത്തിയ ഫയർഫോഴ്സും KSEB അധികൃതരും മരം മുറിച്ചുമാറ്റി. വാടാനപ്പള്ളിയിൽ കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ആക്രമണം. വെള്ളിയാഴ്ച പുലർച്ചെ 2:10 വാടാനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റും മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായ KV സിജിത്തിന്റെ വീടിന് നേരെയാണ് സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണമുണ്ടായത്. വീട്ടിലെ വൈദ്യുതി ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം ജനൽ ചില്ലുകളും മറ്റും അടിച്ചു തകർത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. സംഭവത്തിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ആക്രമണം നടത്തിയവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാക്കളായ CM നൌഷാദ്, KS ദീപൻ, സുബൈദ മുഹമ്മദ്, MA മുസ്തഫ, EB ഉണ്ണികൃഷ്ണൻ, AK നൂറുദ്ദീൻ, CM രഘുനാഥ് എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. രാത്രി 2:10 സിജിത്തും ഫാമിലിയുമുള്ള വീട്ടിൽ രാത്രി 2:10 ഒച്ച കേട്ടിറങ്ങിയപ്പോഴേക്കും വടി കൊണ്ട് 4 ഗ്ലാസുകൾ തല്ലി തകർത്തായി കാണുന്നു. അതുകൂടാതെ തന്നെ വീടിൻ്റെ മെയിൻ സ്വിച്ച് ഊരി ഫ്യൂസ് ഊരി കറണ്ട് പോയതായി കാണുന്നു. അങ്ങനെ എമർജൻസി ലൈറ്റ് അടിച്ചു നോക്കിയപ്പോഴാണ്, ഒച്ചകെട്ട ഭാഗത്ത് നോക്കിയപ്പോഴാണ്, കല്ലെറിഞ്ഞതല്ല, അത് കാരണം കല്ലെറിയാനുള്ള സൗകര്യമില്ല ആ ഷെഡ് ഉൾപ്പെടെ, അവിടെ വന്ന് വടി കൊണ്ട് അടിച്ച രീതിയിലാണ് കാണുന്നത്. ഇതിൽ വാടാനപ്പള്ളിയിലെ കോൺഗ്രസ് പ്രവർത്തകർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഇത് ചെയ്തവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സജീവമായൊരു പ്രദേശമാണ്. പക്ഷേ വ്യക്തിപരമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ആഹ്ലാദത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ വലിയ ഗുണ്ടുകൾ വെച്ച് അരമണിക്കൂറോളം പകൽ സമയത്ത് പടക്കം പൊട്ടിച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല. സാമൂഹ്യ വിരുദ്ധരാണ് ഒരു വീടിൻ്റെ പൊതുപ്രവർത്തകൻ്റെ വീടിന് നേരെയുണ്ട് ആക്രമണത്തെ. ചേർപ്പിൽ വൈദ്യുതാഘാതമേറ്റ് കറവ പശുക്കൾ നഷ്ടമായ കർഷകന് മിൽമ ധനസഹായം നൽകി. മാർച്ച് 24-നാണ് ക്ഷീരകർഷകനായ VR തോമസിന്റെ തൊഴുത്തിലെ 4 കറവ പശുക്കൾ ഷോക്കേറ്റ് ചത്തത്. മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ഹെൽപ്പ് ടു ഫാർമേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 45,000 രൂപയുടെ ധനസഹായമാണ് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി കൈമാറിയത്. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിച്ചു. മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ MT ജയൻ, ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത്,
മിൽമ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റിന്റെ പരിസ്ഥിതി മിത്രം അവാർഡ് വടക്കാഞ്ചേരി നഗരസഭ അധികൃതർ മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങിയതായി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ വെച്ചാണ് മുഖ്യമന്ത്രി അവാർഡ് സമ്മാനിച്ചത്. വടക്കാഞ്ചേരി നഗരസഭ നടപ്പിലാക്കിയ വിവിധ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളെയും മാലിന്യ സംസ്കരണ പുനരുപയോഗ പദ്ധതികളെയും ബോട്ടിൽ ബൂത്ത് കരിയില കമ്പോസ്റ്റ് സംവിധാനങ്ങളെയും വിലയിരുത്തിയാണ് നഗരസഭയ്ക്ക് അവാർഡ് ലഭിച്ചത്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. സെക്രട്ടറി KK മനോജ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖുൽ അക്ബർ തുടങ്ങിയവരാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. മുൻ ISRO ചെയർമാൻ ഡോക്ടർ K രാധാകൃഷ്ണൻ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. നേന്ത്രപ്പഴം കൊണ്ട് തുലാഭാരവും നടത്തി. കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, മാനേജിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KG അജയകുമാർ എന്നിവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. കാടുകുറ്റി വൈന്തലയിൽ നിന്ന് വൃദ്ധനെ കാണാതായതായി പരാതി. 72 വയസ്സുള്ള ആട്ടോക്കാരൻ അന്തോണിയെ ആണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മുതൽ കാണാതായത്. വീട്ടിൽ നിന്ന് സൈക്കിളിലാണ് ഇയാൾ പോയിരിക്കുന്നത്. പുള്ളിമുണ്ടും കടുംപച്ച ഷർട്ടുമാണ് വേഷം. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 8593370012 എന്ന നമ്പറിലോ 6282833586 എന്ന നമ്പറിലോ അറിയിക്കേണ്ടതാണ്. ശക്തമായ മഴയെ തുടർന്ന് പൂമല ഡാമിലെ ജലനിരപ്പ് 26 അടി 11 ഇഞ്ചായി ഉയർന്ന സാഹചര്യത്തിൽ ഷട്ടറുകൾ തുറക്കുന്നതിന് മുൻപുള്ള 1ാം ഘട്ട മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. 29 അടിയാണ് ഡാമിന്റെ പരമാവധി ജലനിരപ്പ്. ഷട്ടറുകൾ ഏതു സമയത്തും തുറക്കാം എന്നതിനാൽ മലവായ തോടിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ആലത്തൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിലെ കുട്ടികളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനായി സമ്പൂർണ്ണ പോർട്ടൽ തുറന്നുകൊടുക്കുന്നതിന് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുമായി എത്തിയപ്പോൾ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സമ്പൂർണ്ണ പോർട്ടൽ വിദ്യാലയത്തിനായി തുറന്നുകൊടുത്തു. ഈ വർഷം ഒരു വിദ്യാർത്ഥിയുടെ പ്രവേശനം നടത്തിയ ശേഷമാണ് വിദ്യാഭ്യാസ വകുപ്പ് തടസ്സപ്പെടുത്തിയത് എന്നും ഇതിനെതിരെയാണ് കോടതിയെ സമീപിച്ചതെന്നും സ്കൂൾ മാനേജർ ആന്റണി ഡേവിസ് പറഞ്ഞു. 6ാമത്തെ അധ്യയന ദിവസത്തിനകം കുട്ടികളുടെ പ്രവേശന നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ പ്രവേശന നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ കുട്ടികളുടെ എണ്ണം ഔദ്യോഗികമാകൂ. മറ്റു വിദ്യാലയങ്ങളിൽ നിന്ന് എത്തിയവർക്ക് TC സമ്പൂർണ്ണ പോർട്ടലിൽ ലഭ്യമായിട്ടും അത് സ്വീകരിക്കാനും കഴിഞ്ഞിരുന്നില്ല. മണലൂർ 6ാം വാർഡിലെ പണിക്കർ റോഡിൽ കൽവേർട്ട് തകർന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണിയായി മാറി. കൽവേർട്ടിലെ കോൺക്രീറ്റുകൾ ദ്രവിച്ച് അടർന്ന് വലിയ ദ്വാരമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. 2019 തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3,30,000 രൂപയ്ക്കാണ് കൽവേർട്ട് നിർമ്മിച്ചത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകൾ ഗതാഗതത്തിനായി ആശ്രയിക്കുന്ന കൽവേർട്ടാണ് അപകടകരമായ രീതിയിൽ തകർന്നു കിടക്കുന്നത്. ഇതുമൂലം ഏറെ ദൂരം നടന്നു വന്നതിന് ശേഷമാണ് കുട്ടികൾക്ക് സ്കൂൾ വാഹനങ്ങളിലേക്ക് കയറാനാകുന്നത്. കൽവേർട്ട് നിർമ്മാണത്തിൽ ഗുരുതരമായ കൃത്യവിലോപം നടന്നതായി മണലൂർ പഞ്ചായത്ത് അംഗം ടോണി അത്താണിക്കൽ ആരോപിച്ചു. കൽവേർട്ട് നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിച്ച് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും കരാറുകാർക്കെതിരെയും നടപടിയെടുക്കണമെന്നും പഞ്ചായത്ത് അംഗം ടോണി അത്താണിക്കൽ ആവശ്യപ്പെട്ടു. ഇവിടെയുള്ള നാട്ടുകാരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടിലാണ്. ഞങ്ങളിത് ഉണ്ടായ വഴിക്ക് തന്നെ പഞ്ചായത്തിലെ AEയും ഓവർസിയറുടെ അടുത്തും വിവരം ധരിപ്പിച്ചിരുന്നു. പഞ്ചായത്തിലുള്ള തൊഴിലുറപ്പ് ഓഫീസിലും പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി കൊടുത്ത് കൂടാതെ അന്തിക്കാട് ബ്ലോക്ക് ഓഫീസിൽ തൊഴിലുറപ്പിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കും എഞ്ചിനീയർക്കും ഞങ്ങൾ പരാതി നൽകുകയും അന്ന് തന്നെ കണ്ടച്ചാങ്ങട് താനാപ്പാടത്തുള്ള സ്ലാബ് മാറ്റി ഞങ്ങൾക്കത് പരിഹരിച്ച് തരാമെന്ന് പറഞ്ഞെങ്കിൽ പോലും ഏകദേശം ഒരാഴ്ച കാലമായി യാതൊരു നടപടിയും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അടുത്ത സമരപരിപാടികളിലേക്ക് പോകേണ്ട കാര്യങ്ങളാണ് ഇവിടെയുള്ള നാട്ടുകാരും റോഡ് കമ്മിറ്റിക്കാരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെ വണ്ടികൾ ഒരു 3 സ്കൂൾ ബസ്സുകൾ ഇതിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരാഴ്ചയായി സ്കൂൾ തുറന്നിട്ട് ഇപ്പോൾ സ്കൂൾ ബസ് ഇതിൽ വരുന്നില്ല. കുട്ടികളൊക്കെ അപ്പുറത്തേക്ക് നടന്നിട്ടാണ് വണ്ടി കയറുന്നത്. ഒന്നുമില്ലെങ്കിൽ സ്ലാബ് നന്നാക്കാനുള്ള ഏർപ്പാട് ചെയ്യുക, അല്ലെങ്കിൽ ഈ റോഡ് മൊത്തമായിട്ട് ബ്ലോക്ക് ചെയ്തിടാൻ അതിൻ്റെ അധികാരികൾ ശ്രദ്ധിക്കണമെന്നാണ്. KK രാമചന്ദ്രൻ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 13.5 ലക്ഷം രൂപ ചെലവിൽ കടമ്പോട് ALP സ്കൂളിൽ നിർമ്മിക്കുന്ന പാചകപ്പുരയുടെ നിർമ്മാണോദ്ഘാടനം MLA നിർവഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത രാജീവൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈബി സജി തുടങ്ങിയവർ സംസാരിച്ചു.
നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട സ്നേഹ ഷാജൻ, KSTA ചാലക്കുടി ഉപജില്ലാ കമ്മിറ്റിയുടെ കുട്ടിക്കൊരു വീട് പദ്ധതി പ്രകാരം കോടാലി ഗവൺമെന്റ് LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിക്കായി മോനോഡിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽ കൈമാറ്റം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കോടാലി GLP സ്കൂളിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു താക്കോൽ കൈമാറ്റം നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, KSTA സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ PC സിജി, ജില്ലാ സമിതി അംഗം സജി മുരളീധരൻ, PS പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നുള്ള 10 ലക്ഷം രൂപ ചെലവിൽ ടൈൽ വിരിച്ച് നവീകരിച്ച മറ്റത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം റോഡ് KK രാമചന്ദ്രൻ MLA നാടിന് സമർപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. CPI നേതാവും KPMS സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന MK ചാത്തപ്പന്റെ 30ാമത് ചരമവാർഷിക അനുസ്മരണം നടന്നു. കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റിലുള്ള സ്മൃതി കുടീരത്തിൽ CPIയുടെ നേതൃത്വത്തിൽ നടന്ന പുഷ്പാർച്ചന ചടങ്ങിൽ ET ടൈസൺ MLA, CC വിപിൻ ചന്ദ്രൻ, മഹിളാ സംഘം സെക്രട്ടറി സുമാ ശിവൻ, ഹണി പീതാംബരൻ, VB രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. KPMSന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ പഠനോപകരണങ്ങളുടെ വിതരണവും തിരക്കഥാകൃത്ത് ബാബു അത്താണിയെ ആദരിക്കലും നടന്നു. KPMS കൊടുങ്ങല്ലൂർ യൂണിയൻ പ്രസിഡന്റ് ശരവണൻ പാറാശ്ശേരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ CA ശിവൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട് അനുസ്മരണ പ്രഭാഷണം നടത്തി. സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ പദ്ധതി പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി KSEB ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. കടങ്ങോട് പഞ്ചായത്തിലെയും എരുമപ്പെട്ടി പഞ്ചായത്തിലെയും സ്ട്രീറ്റ് മെയിൻ പദ്ധതിക്കാവശ്യമായ ഫണ്ട് മുഴുവൻ നൽകിയിട്ടും 17 കിലോമീറ്ററോളം ദൂരം കടങ്ങോട് പഞ്ചായത്തിൽ ഇനിയും പൂർത്തീകരിക്കാനുണ്ടെന്നും എത്രയും വേഗത്തിൽ പണി പൂർത്തീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി BJP മുന്നോട്ടു പോകുമെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP എരുമപ്പെട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് VM സുരേന്ദ്രൻ അറിയിച്ചു. BJP കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MV ധനീഷ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് രാജേഷ് എയ്യാൽ, സെക്രട്ടറി സനൂപ് കൂടക്കുഴി, മണ്ഡലം കമ്മിറ്റി അംഗം വിനു ഇടുക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ കോട്ടപ്പടി സെയിന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ പുണ്യശ്ലോകനായ ചുങ്കത്ത് പാറേക്കാട്ട് വറദച്ചന്റെ 110ാം ശ്രാദ്ധാചരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 15,000 പേർക്കുള്ള സദ്യയും 10,000 പേർക്കുള്ള നേർച്ച പാക്കറ്റുകളുമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ശ്രാദ്ധ ദിനമായ ശനിയാഴ്ച രാവിലെ 6നും 7നും ദിവ്യബലിയും 10ന് അനുസ്മരണ ബലി എന്നിവ ഉണ്ടായിരിക്കും. തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ഡേവിസ് പനയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ ശ്രാദ്ധ സദ്യ വെഞ്ചരിപ്പും കുട്ടികൾക്കുള്ള ചോറൂണ് കർമ്മം അസിസ്റ്റന്റ് വികാരി എഡ്വിൻ ഐനിക്കലും നിർവഹിക്കും. ശ്രാദ്ധ ദിനത്തിൽ ഇടവക അതിർത്തിയിലെ 6 ആശുപത്രികളിലായി 200 ഡയാലിസിസ് സൗജന്യമായിരിക്കും. ഇതിനായി UAE കോട്ടപ്പടി പ്രവാസി കൂട്ടായ്മ 1 ലക്ഷം രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. ചടങ്ങുകൾക്ക് ജനറൽ കൺവീനർ ലിൻഡോ ചാക്കോ, ഫുഡ് കൺവീനർ ജോബി വാഴപ്പിള്ളി, VC സണ്ണി കൊട്ടേക്കാലി തുടങ്ങിയവർ നേതൃത്വം നൽകി. നാട് കാണാനിറങ്ങി പെരുവഴിയിൽ പെട്ടുപോയ 4ാം ക്ലാസ്സുകാരെ സുരക്ഷിതരായി രക്ഷിതാക്കളെ ഏൽപ്പിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് അഭിനന്ദന പ്രവാഹം. ആമ്പല്ലൂരിൽ ഓട്ടോ ഡ്രൈവറായ കോക്കാടൻ ജെയ്സനാണ് വഴിയറിയാതെ ആമ്പല്ലൂരിൽ എത്തിയ കുട്ടികൾക്ക് തുണയായത്. മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ വെള്ളിയാഴ്ച ജെയ്സന്റെ ഫോണിന് വിശ്രമമില്ലാത്ത പകലായിരുന്നു. പുതുക്കാട് പോലീസ് SHO V സജീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അളഗപ്പ പോളിടെക്നിക്കിനു സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിൽ എത്തിയ പോലീസ് സംഘം ജെയ്സനെ അനുമോദിച്ചു. ജെയ്സന്റെ ആത്മാർത്ഥതയും ജാഗ്രതയും മാതൃകയാണെന്ന് പറഞ്ഞ SHO ജെയ്സനെ ഷാൾ അണിയിച്ച് ആദരിച്ചു. SI സുധീഷ്, CPOമാരായ അജി, ഷഫീഖ്, സജീവ് എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന് കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതിയുടെ 25ാമത് വാർഷിക പൊതുയോഗവും വില വ്യത്യാസ വിതരണവും സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് CV ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്വാശ്രയ ചന്തയിൽ 10 ലക്ഷത്തിലധികം രൂപ വില വരുന്ന ഉൽപ്പന്നങ്ങൾ എത്തിച്ച കർഷകരെ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്തും മികച്ച കർഷകരെ ആദരിക്കൽ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബിയും നിർവഹിച്ചു. വിദ്യാഭ്യാസ അവാർഡ് വിതരണം പഞ്ചായത്ത് അംഗം KS സൂരജും സമിതിയുടെ മുൻകാല പ്രസിഡന്റുമാരെ ആദരിക്കൽ VFPCK ജില്ലാ മാനേജർ AA അംജയും നിർവഹിച്ചു.
ഹരിത കേരളം മിഷൻ നടപ്പിലാക്കുന്ന ജനകീയ പച്ചത്തുരുത്ത് പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പിള്ളി MLA നിർവഹിച്ചു. അവണൂർ ശാന്ത ഹയർ സെക്കൻഡറി സ്കൂളിൽ വൃക്ഷത്തൈ നട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി അധ്യക്ഷയായി. ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലും പച്ചത്തുരുത്തുകൾ സ്ഥാപിക്കും. ജൂൺ ജൂലൈ മാസങ്ങളിൽ ജില്ലയിൽ 25 ഏക്കറിൽ പച്ചത്തുരുത്തുകൾ സ്ഥാപിക്കും. ചന്ദ്രാപ്പിന്നി പെരുമ്പടപ്പ സെയിന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിനെ കൊടിയേറി. ഫാദർ ജിൻഡോ വേരംപ്ലാവിൽ കുടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ റീസ് വടാശ്ശേരി, കൈക്കാരന്മാരായ എലുവത്തിങ്കൽ പൗലോസ്, ജെയിംസ്, എലുവത്തിങ്കൽ ജോയ് ഡിറ്റോ, ജനറൽ കൺവീനർ ചിറ്റിലപ്പള്ളി കൊച്ചപ്പൻ ജോഷി, ജോയിന്റ് കൺവീനർ ഷെല്ലി ബ്രഹ്മകുളം എന്നിവർ നേതൃത്വം നൽകി. തിരുനാൾ ദിനമായ ഈ മാസം 16-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ലിൻസ് മേലേപ്പുറം കാർമ്മികനാകും. കുന്നംകുളം കൃഷിഭവന്റെ നേതൃത്വത്തിൽ കുന്നംകുളം നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും തെങ്ങിൻ തൈകൾ 50% സബ്സിഡിയോടെ വിതരണം ചെയ്തു. 2 ദിവസം നീണ്ടുനിന്ന ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി സോമശേഖരൻ, കൗൺസിലർ ലബീബ് ഹസൻ എന്നിവർ പങ്കെടുത്തു. നഗരസഭാ കൃഷി ഓഫീസർ എസ് ജയൻ വാർഡ് തലത്തിൽ തെങ്ങ് കർഷകർക്ക് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച നേട്ടം കൈവരിച്ചവരെയും പട്ടികവർഗ മേഖലയിൽ നിന്നും മികച്ച വിജയം നേടിയവരെയും അനുമോദിക്കുന്ന പുതുക്കാട് മണ്ഡലം മെറിറ്റ് ഡേ ഞായറാഴ്ച നടക്കും. തലൂർ ബാങ്ക് ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. കെ രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. കെ രാമചന്ദ്രൻ MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അൽജോ പുളിക്കൻ, BPC VB സിന്ധു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ DCC ഓഫീസിൽ കൂട്ടത്തല്ല്. കെ മുരളീധരന്റെ അടുത്ത അനുയായി സജീവൻ കുരിയച്ചിറയ്ക്ക് മർദ്ദനമേറ്റു. DCC പ്രസിഡന്റും കൂട്ടാളികളും ചേർന്ന് തന്നെ പിടിച്ചു തള്ളിയതായി സജീവൻ കുരിയച്ചിറ. ജില്ലയിൽ 3 ഉണ്ടായ വാഹനാപകടത്തിൽ 3 പേർ മരിച്ചു. മുവത്തൂരിൽ ബസ്സിനടിയിലേക്ക് വീണ് സ്കൂട്ടർ യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. ചാലക്കുടിയിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച യുവാവും ചാഴൂരിൽ ബുള്ളറ്റ് ബസ്സിലിടിച്ച് യുവാവും മരിച്ചു. അതിരപ്പള്ളി കണ്ണംകുഴിയിൽ വീട്ടുപറമ്പിലെ കിണറ്റിൽ വീണ പുലിയെ വനപാലകർ രക്ഷപ്പെടുത്തി. പേടിക്കേരി ഷിബുവിന്റെ കിണറ്റിലാണ് പുലി വീണത്. വഴിയില്ലാത്തതുമൂലം നെൽകൃഷി ചെയ്യാനാകാതെ ഒരു കൂട്ടം കർഷകർ. കൃഷിസ്ഥലത്തേക്ക് ഒരു പാലം എന്ന കർഷകരുടെ ആവശ്യം വർഷങ്ങളായി പരിഗണിക്കാതെ സർക്കാരും ഉദ്യോഗസ്ഥരും. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി CPI പ്രതിനിധി രേഖ ഷാൻഡിയെ തെരഞ്ഞെടുത്തു. എതിർ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിലെ സിൽവി സേവ്യറിനെ 3-നെതിരെ 8 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് രേഖ ഷാൻഡി വിജയിച്ചത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.